സ്റ്റോക്കിംഗ് എന്താണെന്നറിയോ സച്ചിന്? സ്റ്റോക്കിംഗ് എന്താണെന്ന് അറിയുകയും ചെയ്യും, അതിൽ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. നിങ്ങളൊരു ഇൻവെസ്റ്ററോ ട്രേഡറോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. റിലയൻസ് പോലുള്ള ഒരു കമ്പനിയുടെ എല്ലാ 3 മാസം അവരുടെ ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതായത് എല്ലാ 3 മാസം കഴിയുമ്പോഴും ആ കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് 1, 2, 3 ദിവസം മുന്നോടിയായിട്ട് ആ കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനും ആ കമ്പനിയിലെ അക്കൗണ്ടിങ് ടീമിനും എന്തിനു വേണ്ട ഈ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുടെ കമ്പനിക്ക് വരെ ഈ കമ്പനി അതായത് റിലയൻസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. സോ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നോടിയായിട്ട് തന്നെ അവർക്ക് ആ സ്റ്റോക്ക് ബൈ ചെയ്യുകയോ സെൽ ഓഫോ ചെയ്യാം. അതുവഴി അവർക്ക് ഭീമമായ ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ റിപ്പോർട്ട് വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, റിലയൻസ് പോലുള്ള കമ്പനിക്ക് അവർക്ക് ഏകദേശം 60% ആ കമ്പനിയുടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. സോ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ സെല്ല് ചെയ്താൽ പോലും റിലയൻസ് ബൈ ഇട്ട ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അപ്പൊ ശരിക്കും ഇതിൽ ആരാണ് മണ്ടന്മാർ? ട്രേഡിംഗ് റിസ്കി ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണോ ബുദ്ധിമാന്മാർ? അതോ വർഷങ്ങളും മാസങ്ങളും പ്രാക്ടീസ് ചെയ്ത് ചാർട്ടും വരച്ച് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്ന ട്രേഡേഴ്സ് ആണോ മണ്ടന്മാർ? ഷെയർ ദിസ് റീൽ വിത്ത് യുവർ ട്രേഡിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഗെറ്റ് ആൻസർ.